നമസ്കാരം. നമ്മൾ ഇന്നു മുതൽ ചർച്ച ചെയ്യുന്നത് DLED കലാപഠനത്തിൻ്റെ 2ാം സെമസ്റ്ററിലെ അവസാനത്തെ യൂണിറ്റ്, 3ാമത്തെ യൂണിറ്റാണ്. ഈ യൂണിറ്റിൻ്റെ പേര് ക്യാമറയുടെ കല എന്നതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്യാമറയുമായി ബന്ധപ്പെട്ട, സിനിമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, 20ാം നൂറ്റാണ്ടിലെ കലയാണ് സിനിമ. സിനിമ എന്നത് ഒരു കല എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം കലകളുടെ എല്ലാ മേഖലകളും സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. സാഹിത്യം, സംഗീതം, ചിത്രം, നാടകം, നൃത്തം തുടങ്ങി കലയുടെ മിക്കവാറും എല്ലാ മേഖലകളും ഒരുമിച്ച് ചേരുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്നത് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ആഴത്തിൽ വേരോട്ടമുള്ള, ഏറ്റവും കൂടുതൽ ആസ്വാദകരുള്ള ഒരു കലാരൂപവും കൂടിയാണ്. ഈ സിനിമകളിൽ അഭിനയിക്കുന്നവരെ, അതിലെ നായകന്മാരെ, നായികമാരെയൊക്കെ ആരാധിക്കുന്ന, അവരെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമ എന്നത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ ആഴത്തിൽ വേരോട്ടമുള്ള കലാരൂപങ്ങളിൽ ഒന്നാണ് എന്നർത്ഥം. അപ്പോൾ ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പാഠ്യപദ്ധതി സമീപനത്തിൽ സിനിമയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കുട്ടികളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ, കുട്ടികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ ഈ കലാരൂപത്തിന് പഠനത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഒരു പഠനാനുഭവം നൽകാൻ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന പ്രക്രിയയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കലാരൂപമാണ് സിനിമ എന്നത്. ഒരു പാഠ്യവിഷയമെന്ന നിലയിൽ വലിയ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ, കുട്ടികൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഈ മാധ്യമവുമായി, സിനിമയുമായി ബന്ധപ്പെട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒട്ടും വിരസതയില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പഠന പ്രക്രിയയായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന മേഖലയിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള മേഖലകളിലൊന്ന് കുട്ടികളുടെ സിനിമ എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് കുട്ടികളുടെ സിനിമ, എങ്ങനെയായിരിക്കണം കുട്ടികളുടെ സിനിമ. അപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സിനിമ രൂപപ്പെടുമ്പോൾ അതിൽ സാങ്കേതികമായി എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ധാരണയുണ്ടാവണം. നമ്മുടെ വിദ്യാലയത്തിൽ നമ്മളൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു, അതിൽ എന്തൊക്കെ സാങ്കേതികത്വത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടാവണം, അതിൻ്റെ ആശയം എന്തായിരിക്കണം, എങ്ങനെയുള്ള സിനിമയായിരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ അടുത്ത കാലത്ത് കണ്ട സിനിമകളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവും. എന്തുകൊണ്ടാണ് ചില സിനിമകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത്? ചില സിനിമ കണ്ടിറങ്ങിയാൽ അയ്യേ എന്തിനാണ് വെറുതെ കാണാൻ കയറിയത്, അത്രയും സമയം കളഞ്ഞു എന്ന് ആളുകൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ ചേരുവകൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു സിനിമയെ ഇഷ്ടപ്പെടുക? ചിലതിൽ നല്ല കഥയുണ്ടാവും, നല്ല അഭിനയമുണ്ടാവും, മികച്ച പാട്ടുകളുണ്ടാവും, മികച്ച ഹാസ്യരംഗങ്ങളുണ്ടാവും. ചിലർ മികച്ച സംവിധാനം എന്ന് പറയാറുണ്ട്, മികച്ച ഛായാഗ്രഹണം എന്ന് പറയാറുണ്ട്, മികച്ച കോറിയോഗ്രാഫി ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളൊക്കെയാണ് ഒരു സിനിമ ഇഷ്ടപ്പെടുന്നതിൽ നമ്മളെ സ്വാധീനിക്കുന്നത്. അത്തരത്തിൽ മലയാളത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കുട്ടികളുടെ മനസ്സിലൊക്കെ ഇഷ്ടംപോലെ പ്രീതി പിടിച്ചു പറ്റിയ സിനിമകളുണ്ട്. കുമ്മാട്ടി, ദി റെഡ് ബലൂൺ, മലയാളത്തിൽ വന്ന കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, പഥേർ പാഞ്ചാലി, ബൈസിക്കിൾ തീവ്സ്, താരേ സമീൻ പർ, ചിൽഡ്രൻസ് ഓഫ് ഹെവൻ, കളർ ഓഫ് പാരഡൈസ്, മൈ ഡിയർ കുട്ടിച്ചാത്തൻ 3D, ഡ്രീംസ് തുടങ്ങി ഒട്ടേറെ സിനിമകൾ നമ്മളുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സിനിമകളുടെ പ്രത്യേകത അതൊക്കെ ശിശു കേന്ദ്രീകൃതമായ, കുട്ടികളുമായി ബന്ധപ്പെട്ട സിനിമകളാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നൊരു വലിയ മേഖലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ കുട്ടികളുടെ സിനിമ എന്ന് പറയുന്നത്. സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അതിൽ അഭിനയമുണ്ട്, തിരക്കഥയുണ്ട്, ഛായാഗ്രഹണമുണ്ട്, സംവിധാനമുണ്ട്, സംഗീതമുണ്ട്. അപ്പോൾ ഒരു സിനിമയെ വായിക്കുമ്പോൾ, സിനിമയെ കാണുക എന്നല്ല പറയുക, സിനിമയെ വായിക്കുമ്പോൾ അത് മികച്ചതാണെന്ന് തോന്നുന്നതിന് നമ്മൾ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിനിമകളെല്ലാം കുട്ടികളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമകളെ പൊതുവെ നമുക്ക് കുട്ടികൾക്കുള്ള, അല്ലെങ്കിൽ കുട്ടികളുടെ സിനിമ എന്ന് പറയാം. കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നിർമ്മിക്കുന്ന, കുട്ടികൾ സംവിധാനം ചെയ്യുന്ന, കുട്ടികൾ അഭിനയിക്കുന്ന സിനിമ എന്നർത്ഥമില്ല. കുട്ടികൾക്ക് എളുപ്പം വ്യക്തമാകുന്ന, അവരുടെ ഭാഗത്ത് നിൽക്കുന്ന, അവരുടെ വിഷയങ്ങൾ സംസാരിക്കുന്ന എല്ലാ സിനിമകളെയും നമുക്ക് പൊതുവെ കുട്ടികളുടെ സിനിമ എന്ന് പറയാം. ഈ കുട്ടികളുടെ സിനിമയല്ലാതെ മറ്റേതൊക്കെ മേഖലകളിലുള്ള സിനിമകളുണ്ട് എന്ന് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. നിങ്ങൾ സ്ഥിരമായി സിനിമ കാണുന്നവരാണ്.
ഒരു സിനിമയെ വായിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ വായിക്കുക? നമ്മൾ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ളൊരു സിനിമാ വായന നമുക്ക് ചെയ്യാം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സിനിമകളുടെ വായന നമുക്ക് ചെയ്യാം. സിനിമകളുടെ രാഷ്ട്രീയമായ വായന നമുക്ക് സാധ്യമാക്കാം. സ്ത്രീപക്ഷത്തു നിന്നുള്ള സിനിമാ വായന സാധ്യമാക്കാം. സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിനിമകളെ പൊതുവെ നമുക്ക് സ്ത്രീപക്ഷ സിനിമകൾ എന്ന് പറയാവുന്നതാണ്. അങ്ങനെ സിനിമ ആസ്വദിക്കുന്നതിൽ, സിനിമ വായിക്കുന്നതിൽ ഇത്തരം പക്ഷങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. ഓരോ സിനിമയും അത്തരത്തിലുള്ള ചില രാഷ്ട്രീയമാണ് മുമ്പോട്ട് വെക്കുന്നത് എന്നർത്ഥം. ഒരു സിനിമ മികച്ചതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ കലാപരമായി അതിൽ മുന്നിൽ നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ടാവും. അതിൽ മികച്ച കഥയുണ്ടാവും, ആ കഥയുമായി ബന്ധപ്പെട്ട മികച്ച തിരക്കഥകളുണ്ടാവും, മികച്ച അഭിനയമുണ്ടാവും, സംവിധാനമുണ്ടാവും, പശ്ചാത്തല സംഗീതം ഉണ്ടാവും, വേഷവിധാനമുണ്ടാവും, മികച്ച ക്യാമറ സൗകര്യങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു സിനിമയെ മികച്ചതാക്കുന്നതിൽ കലാപരമായ ഒട്ടേറെ ചേരുവകളുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ചിത്രം കാഴ്ചയിൽ ഏറ്റവും ഭംഗിയായി, ഒരു സിനിമയിലെ ഒരു വിഷ്വൽ കാഴ്ചയിൽ ഏറ്റവും ഭംഗിയായി നമ്മൾക്ക് അനുഭവപ്പെടണമെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം വെളിച്ചമാണ്, ലൈറ്റ്. വെളിച്ചമില്ലാതെ നമുക്കൊരു വസ്തുവിനെ കാണാനാവില്ല. ഒരു വസ്തു അതിൻ്റെ പരിപൂർണമായ സൗന്ദര്യത്തിൽ നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ആ വസ്തുവിന് ആവശ്യമായ വെളിച്ചം നൽകുമ്പോഴാണ്. വെളിച്ചമില്ലെങ്കിൽ ആ വസ്തു നമുക്ക് കാണാനാവില്ല എന്നർത്ഥം. സിനിമ വെളിച്ചത്തിലെടുത്ത് ഇരുട്ടിൽ പ്രദർശിപ്പിക്കുന്ന ഒന്നാണ് എന്നത് ഇത്തരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കലാപരമായ സിനിമയിലെ ചേരുവകളിലൊന്നാണ്. സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന ലൈറ്റിങ്ങിനെ, പ്രകാശ സംവിധാനത്തിനെ രണ്ടായി പൊതുവെ തിരിക്കാം. അതിലൊന്ന് ഹൈ കീ ലൈറ്റിംഗ് ആണ്, രണ്ട് ലോ കീ ലൈറ്റിംഗ്. എന്താണ് ഹൈ കീ ലൈറ്റിംഗ്? സ്വതവേ പ്രകാശം നിറഞ്ഞതും എല്ലാ സ്ഥലത്തിലും ഒരേപോലെ വിന്യസിക്കപ്പെട്ടതുമായ ഒരു വെളിച്ചത്തെയാണ് ഹൈ കീ ലൈറ്റ് എന്ന് പറയുന്നത്. പൊതുവെ ഹൈ കീ ലൈറ്റിംഗ് ഉപയോഗിക്കുമ്പോൾ ഷെയ്ഡ് കുറഞ്ഞ് നമ്മളുടെ കാഴ്ചയ്ക്ക് വളരെ സൗന്ദര്യം ഉളവാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളായിരിക്കും ലഭിക്കും. ഹൈ കീ ലൈറ്റിങ്ങിൽ കോൺട്രാസ്റ്റ് അല്പം കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഹൈ കീ ലൈറ്റിംഗ് വരുമ്പോൾ പൊതുവായി പിക്ചറിൻ്റെ കോൺട്രാസ്റ്റ് കുറഞ്ഞിട്ട് ഒരു ലൈറ്റായ എഫക്റ്റിലായിരിക്കും ആ വിഷ്വൽ നമ്മൾ കാണുക. രണ്ടാമത്തത് ലോ കീ ലൈറ്റിംഗ് ആണ്. നേരത്തെ ഹൈ കീ ലൈറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലോ കീ ലൈറ്റിംഗ്. ഹൈ കീ ലൈറ്റിംഗ് പൊതുവെ മൊത്തത്തിൽ പരന്നു നിൽക്കുന്ന വെളിച്ചമാണെങ്കിൽ ലോ കീ ലൈറ്റിംഗ് പൊതുവെ വെളിച്ചം കുറഞ്ഞ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ത്രില്ലർ, മെലോഡ്രാമ തുടങ്ങിയ ചിത്രങ്ങൾക്ക് പൊതുവെ ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് രീതിയാണ്. ഇരുളും വെളിച്ചവും തമ്മിലുള്ള അനുപാതം വളരെ കൂടുതലായി ഉപയോഗിച്ച് കാഴ്ചക്കാരന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന, ഉദ്വേഗം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വലായിരിക്കും ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഡാർക്ക് ഡെൻസിറ്റി കൂടുതലായിരിക്കും, അതിനോടനുസരിച്ച് ലൈറ്റിൻ്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ കട്ടിയുള്ള ഇരുട്ടും കട്ടിയുള്ള വെളിച്ചവും ഈ ലോ കീ ലൈറ്റിങ്ങിൽ ഉണ്ടാകും എന്നർത്ഥം. നമ്മൾ പറഞ്ഞത് ലൈറ്റിനെ പൊതുവെ രണ്ടായി തിരിക്കാം, ഹൈ കീ ലൈറ്റിങ്ങും ലോ കീ ലൈറ്റിങ്ങും. ഇതിൻ്റെ പ്രാഥമിക ഘടകത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സൗകര്യാർത്ഥം ഒരു 3 ഉപവിഭാഗങ്ങളായിട്ട് കൂടെ തിരിക്കാവുന്നതാണ്. അതിലൊന്ന് കീ ലൈറ്റാണ്, 2 ഫിൽ ലൈറ്റാണ്, 3 ബാക്ക് ലൈറ്റാണ്. ഈ കീ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെളിച്ചമാണ്. ഒരുപക്ഷെ ഒരു കീ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ പശ്ചാത്തലമൊക്കെ ഇരുണ്ടിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു മുറിയിൽ 2 പേർ ഇരുന്ന് സംസാരിക്കുന്ന ദൃശ്യമാണെങ്കിൽ ഈ ഇരിക്കുന്ന വ്യക്തികളിലേക്ക് മാത്രം ലൈറ്റ് കേന്ദ്രീകരിക്കുകയും പശ്ചാത്തലമൊക്കെ ഇരുണ്ട രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായും ഈ ചലിക്കുന്ന വ്യക്തികളിൽ മാത്രം പിടിച്ചു നിർത്തും. അത്തരത്തിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിലേക്ക്, ഒരു മനുഷ്യനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന വെളിച്ചത്തെയാണ് കീ ലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഫിൽ ലൈറ്റാണ്. ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിഴൽ കൂടുതൽ വരുന്ന ഭാഗങ്ങളിൽ നിഴലിൻ്റെ കട്ടി കുറയ്ക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെളിച്ച സൗകര്യമാണ് ഫിൽ ലൈറ്റ്. പരന്ന് നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചം. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു മുറിയിൽ 2 പേരും സംസാരിക്കുന്നു. ആ 2 പേരുടെ മുഖത്തേക്ക് കൃത്യമായിട്ട് കീ ലൈറ്റ് ഉപയോഗിക്കുന്നു. ആ കീ ലൈറ്റിൽ അവർ 2 പേരെയും കാണുമ്പോൾ പശ്ചാത്തലം മുഴുവൻ ഇരുണ്ട് കറുത്തിട്ടായിരിക്കും ഉണ്ടാവുക. പശ്ചാത്തലത്തിലുള്ള ചില വസ്തുക്കൾ നമുക്ക് കാണാനുണ്ടെങ്കിൽ നമുക്കവിടെ ഫിൽ ലൈറ്റ് ഉപയോഗിക്കുകയും പശ്ചാത്തലത്തിലുള്ള വസ്തുക്കൾക്ക് ഫിൽ ലൈറ്റിലൂടെ കുറച്ചുകൂടെ പ്രകാശ സാന്ദ്രത ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ കാഴ്ചയ്ക്ക് ഫിൽ ലൈറ്റ് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ലൈറ്റുകളാണ്, ഒന്ന് കീ ലൈറ്റും 2 ഫിൽ ലൈറ്റും. മൂന്നാമത്തേത് ബാക്ക് ലൈറ്റാണ്. കഥാപാത്രത്തിൻ്റെ പിറകിൽ നിന്നും വെളിച്ചം വരും. നമ്മൾ ചില സിനിമകളിൽ കാണുന്നുണ്ട്, ഒരു പ്രഭാതത്തിൽ ഒരു റോഡിലൂടെ ഒരാൾ സൈക്കിളിൽ പോവുകയാണ്. അപ്പോൾ ദൂരത്ത് സൂര്യൻ ഉദിച്ച് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വരുന്നുണ്ട്.
ആ പ്രകാശത്തിലേക്കാണ് ഈ മനുഷ്യൻ സൈക്കിളുമായിട്ട് പോകുന്നത്. അയാളുടെ നിഴൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു ബാക്ക് ലൈറ്റിലാണ് നമ്മൾ കാണുക. അയാളുടെ പിറകുവശം കംപ്ലീറ്റ് ഇരുണ്ടട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ മുമ്പിൽ നിന്ന് വരുന്ന വെളിച്ചത്തിൽ, പിന്നിൽ നിന്ന് മുന്നിലേക്ക് വരുന്ന വെളിച്ചത്തിൽ ഇയാളെ നമ്മൾ വ്യക്തമായി കാണും. പക്ഷേ ഇയാളുടെ ഡീറ്റെയിൽസ് അല്ല, ഇയാളുടെ രൂപമായിരിക്കും കാണുക. കാരണം പിറകിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. നമ്മുടെ മലയാള സിനിമയിലെ ഈ ഹൊറർ യക്ഷി സിനിമകളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വെളിച്ച സൗകര്യമാണ് ഈ ബാക്ക് ലൈറ്റ്. യക്ഷികളൊക്കെ വരുമ്പോൾ മരത്തിൻ്റെ നിഴലും ഒക്കെ ആയിട്ട് പിറകിൽ നിന്ന് വരുന്ന വെളിച്ചം സ്ഥിരമായി നമ്മൾ സിനിമകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. കലാപരമായ ചേരുവകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംഗീതം എന്നത്. നമുക്കറിയാം, സിനിമയിലെ പാട്ടുകളാണ് സംഗീത ലോകത്ത് ഏറ്റവും പ്രചാരത്തിലുള്ളത്. സിനിമയിലെ പാട്ടുകളാണ്. ചില സിനിമകൾ പാട്ടുകൾ കൊണ്ട് തന്നെ മികച്ച രീതിയിൽ ഓടിയിട്ടുണ്ട് തിയേറ്ററിൽ. സിനിമയിലെ പാട്ട് സീൻ കാണാൻ മാത്രമായി സിനിമയ്ക്ക് പോകുന്ന ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ സിനിമയിലെ കലാപരമായ ചേരുവകളിൽ ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ് സംഗീതം. നമ്മൾ ഇതിന് തൊട്ടു മുമ്പുള്ള സംഗീതത്തിൻ്റെ പാഠത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അത്ര ഗഹനമായിട്ട് പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് തരത്തിലുള്ള സംഗീതമാണ് സിനിമയിൽ ഉണ്ടാവുക. ഒന്ന് പാട്ടുകൾക്കുള്ള സംഗീതവും മറ്റൊന്ന് സിനിമയുടെ പശ്ചാത്തല സംഗീതവും. ഇപ്പോൾ യേശുദാസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും യേശുദാസ് മികച്ച പാട്ടുകൾ പാടുന്ന ആളാണ്, സിനിമാ പാട്ടുകൾ പാടുന്ന ആളാണ്. നമ്മൾ AR റഹ്മാനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുക അദ്ദേഹം സിനിമാ പാട്ടുകൾ സംവിധാനം ചെയ്യുന്ന ആളാണ്. ഏറ്റവും മികച്ച രീതിയിൽ സിനിമാ പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് AR. ഓസ്കാർ വരെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു, അത് റസൂൽ പൂക്കുട്ടിയാണ്. റസൂൽ പൂക്കുട്ടി പശ്ചാത്തല സംഗീതത്തിൽ പ്രശസ്തനായ മനുഷ്യനാണ്. പശ്ചാത്തല സംഗീതം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് കൃത്യമായൊരു എഫക്റ്റ് കൊടുക്കുന്നത്, സീനുകൾക്ക് എഫക്റ്റ് കൊടുക്കുന്ന പശ്ചാത്തല സംഗീതമാണ്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഏതെങ്കിലും ഇടിക്കുന്ന സ്റ്റണ്ട് രംഗം ഒന്ന് ശബ്ദം ഓഫ് ചെയ്തിട്ടിട്ട് കണ്ടു നോക്കണം. നമുക്ക് സത്യത്തിൽ ചിരി വരും. കാരണം നായകൻ വില്ലനെ ഇടിക്കുമ്പോഴുള്ള ഓരോ ഇടിയുടെയും ശക്തി നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനോടൊപ്പമുള്ള ശബ്ദത്തിലാണ്, പശ്ചാത്തല സംഗീതത്തിലാണ്. അപ്പോൾ ഒരു സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപരമായ ചേരുവകളിൽ ഒന്നാണ് സംഗീതം എന്നർത്ഥം. സംഭാഷണങ്ങൾക്ക് അകമ്പടിയായി ഇടവേളകളിൽ സീനിലെ വൈകാരിക ഭാവങ്ങൾക്കും അർത്ഥതലങ്ങൾക്കും അനുസരിച്ച് ഉചിതമായി നൽകുന്ന പശ്ചാത്തല സംഗീതത്തെയാണ് സ്കോർ എന്ന് പറയുക. കഥാപാത്രങ്ങളുടെ മനോഘടനയെയും കഥാസന്ദർഭത്തെയും ഭാവപരിസരങ്ങളെയും ഉത്തേജിപ്പിക്കുകയാണ് സ്കോറിൻ്റെ ലക്ഷ്യം. ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടാൽ നമുക്ക് അറിയാതെ ഭയമുണ്ടാകും. മൺചിത്രത്താഴിലേക്ക് ചില സംഗീത ശകലങ്ങൾ ഓരോരുത്തർ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളിൽ ഭയമുളവാക്കും. കാരണം ആ രംഗത്തിൻ്റെ തീവ്രത നമ്മൾ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പശ്ചാത്തല സംഗീതമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ റസൂൽ പൂക്കുട്ടിയെയും AR റഹ്മാനെയും ദക്ഷിണാമൂർത്തിയെയും ജോൺസൺ മാഷയൊക്കെ നമുക്ക് സിനിമയുടെ സംഗീതവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പിടിച്ച് ചിന്തിക്കേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള വിശദീകരണങ്ങളാണ് എല്ലാത്തിനും നൽകിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുകിൽ കമൻറ്റുകളായോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട്. വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഏതെങ്കിലും ഭാഗം കൂടുതൽ വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തയ്യാറാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.